ശ്രീം മഹാത്രിപുരസുന്ദര്यै നമഃ. എല്ലാവർക്കും ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്നു ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 23 മുതൽ 26 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. പത്മരാഗശിലാദർശ പരിഭാവികപോലഭുഃ നവവിദ്രുമബിംബശ്രീഞ്ഞക്കാരീരദനച്ഛദാ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വലാ കർപ്പൂരവീടികാമോദ സമാകർഷ ദിഗന്ധരാ. 23ാമത്തെ നാമം പത്മരാഗശില ആദർശ പരിഭാവി കപോലുഭുഃ. പത്മരാഗം എന്താണ്? രത്നം. ആദർശം കണ്ണാടി. കണ്ണാടി പോലെ തേച്ചു മിനുക്കിയാൽ പോലും അതിന് പരിഭാവി പരാജയപ്പെടുത്തുന്ന കപോലുഭുഃ കവിൾത്തടങ്ങൾ. അപ്പോൾ എന്താണ്? അമ്മയുടെ കവിൾത്തടം പത്മരാഗം തേച്ചു മിനുക്കി ഒരു കണ്ണാടി പോലെ ആക്കിയാൽ പോലും അത് പരാജയപ്പെട്ടു പോകും എന്നർത്ഥം. ഇനി 24ാമത്തെ നാമം രദനച്ഛദാ ചുണ്ടുകൾ. നവവിദ്രുമം പുതുതായി ഉണ്ടാക്കിയ പവിഴം. പവിഴത്തിൻ്റെ ബിംബം. ആ രത്നം അതിൻ്റെ ശ്രീ തിളക്കം. ഞെക്കാരി മങ്ങിപ്പോകും. അപ്പോൾ എന്താണ്? പുതുതായി ഉണ്ടാക്കിയ ഒരു പവിഴത്തിൻ്റെ തിളക്കം പോലും അമ്മയുടെ ചുണ്ടിൻ്റെ തിളക്കത്തിൽ മങ്ങിപ്പോകും എന്നർത്ഥം. ഇനി 25ാമത്തെ നാമം ശുദ്ധവിദ്യാങ്കുര ആകാര ദ്വിജപംക്തി ദ്വയ ഉജ്ജ്വലാ. ശുദ്ധവിദ്യ എന്നാൽ ശ്രീവിദ്യ. അത് 16 അക്ഷരമുള്ള വിദ്യയാണ്. അതിന് ഷോഡശവിദ്യ എന്നും പറയും. അങ്കുരം മുളച്ചത്, ദ്വിജം പല്ല്. 2 തവണ മുളയ്ക്കുന്നത് കൊണ്ടാണ് പല്ലിന് ദ്വിജം എന്ന പേര് വന്നത്. പംക്തി നിര, ദ്വയം 2, ഉജ്ജ്വല ഉജ്ജ്വലമായിട്ട്. അമ്മയുടെ വായിലെ 2 നിരയിലെ പല്ലുകളും ശ്രീവിദ്യ അല്ലെങ്കിൽ ഷോഡശവിദ്യയുടെ അത്രയും മനോഹരമായ, അത്രയും ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കുന്നതാണ് എന്നർത്ഥം. ഇനി 26ാമത്തെ നാമം കർപ്പൂരവീടികാമോദ സമാകർഷ ദിഗന്ധരാ. വീടിക താമ്പൂലം അല്ലെങ്കിൽ വെറ്റില. കർപ്പൂരവീടിക കർപ്പൂര വെറ്റില. ആമോദം രസിക്കുക. കർപ്പൂര വെറ്റില ചവച്ചുകൊണ്ടങ്ങനെ രസിക്കുകയാണ് അമ്മ. ഇതിൻ്റെ ഒരു സൗരഭ്യത്താൽ ദിഗന്ധര എല്ലാ ദിക്കുകളും സമാകർഷം ആകർഷിക്കുക. അപ്പോൾ അമ്മ കർപ്പൂര വെറ്റില ചവച്ചു രസിക്കുന്ന സമയത്ത് താമ്പൂലത്തിൻ്റെ സൗരഭ്യം അങ്ങനെ എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നു എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ.